അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. മറ്റൊരാളുടെ വിജയം നോക്കി നിന്ന് സ്വയം വിജയിക്കാൻ മറന്നു പോകരുത്. മറ്റുള്ളവരെ സഹായിക്കുക, അതിന് കഴിയുന്നില്ല എങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. അച്ചടക്കമുള്ള മനസ്സ് സന്തോഷം നൽകുന്നു. ആത്മീയ പാതയിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുക. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾക്ക് പല പ്രാവശ്യം തോൽക്കേണ്ടി വരും. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനു പകരം നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാകാൻ സഹായിക്കും. ഒരു വിത്ത് വളർന്ന് മരമാകാൻ ക്ഷമയോടെ കാത്തിരിപ്പും പരിചരണവും അത്യാവശ്യമാണ്. വിജയം നേടാനും ഇതാവശ്യമാണ്. പരാജിതനാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ജീവിതം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ആത്മാർത്ഥമായി ചെയ്യുക. നാളെ മരണം കടന്നു വരുമോ എന്നറിയാനാകുമോ? നിങ്ങളൊരു വിജയിയോ പരാജിതനോ ആയിട്ടല്ല ജനിച്ചത്. എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെയും പിന്തുണയ്ക്കുന്നത്. അറിവിൻ്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും. പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് പുതിയ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നു. ധാരാളം ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് മഹത്തായ ഒരു കാര്യം സംഭവിക്കുന്നത്. സ്ത്രീകൾക്ക് ഒരാണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. നിങ്ങളുടെ ഹൃദയത്തിന് ശരിയായ പാത അറിയാം. ആ ദിശയിലൂടെ ഓടുക. ഓരോ പ്രഭാതത്തിലും നാം പുനർജനിക്കുന്നു. ഇന്നും നാം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ സ്വയം നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാവില്ല. മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മെ അസ്വസ്ഥമാക്കുന്നതും സ്വസ്ഥമാക്കുന്നതും. എന്തൊക്കെ പഠിച്ചാലും എത്രയേറെ അറിവുണ്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് അറിയാൻ കഴിവില്ലാത്ത വെറും നിസ്സാരരാണ് എല്ലാ മനുഷ്യരും. ഉറ്റവരുടെ നിറഞ്ഞ മിഴികൾ കാണുമ്പോൾ, വാടിയ മുഖം കാണുമ്പോൾ ചോദിക്കണം, എന്താ നിനക്ക് പറ്റിയതെന്ന്. ഒപ്പം എല്ലാം കേട്ടുകഴിയുമ്പോൾ കൂടെ നിർത്തി പറയാനും സാധിക്കണം, സാരമില്ല, എല്ലാം ശരിയാകുമെന്ന്. അത്രയും പ്രിയപ്പെട്ടവർ ഇനി വരില്ല എന്നറിഞ്ഞിട്ടും ദൂരേക്ക് നോക്കി ഇരിക്കാറില്ലേ? അതൊക്കെ തന്നെയാണ് ഈ സ്നേഹമെന്ന് പറയുന്നത്. ആരുടെയും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു ബാധ്യതയാവാൻ നമ്മൾ കാരണമാകരുത്. നമ്മൾ അകലണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളായി തന്നെ അകന്നു നിൽക്കണം. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞു നടക്കുന്നവർ നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രധാന പങ്ക് നമ്മൾ കളയുന്നത് അത് ആലോചിച്ചിട്ടാണ്. ബാക്കിയുള്ളവരുടെ വിചാരം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒന്നല്ല. ഒന്നും ചെയ്യാനില്ല നമുക്കതിൽ. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ മറുപടി ഇതായിരുന്നു: ഏറ്റവും അടുത്തവർ ആരും ഉപേക്ഷിച്ചു പോവില്ല. പോയവർ ആരും നമ്മുടേതായിരുന്നില്ല.